ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ് എ പോയിൻറ്റ്. അതാ പത്രം ചേട്ടൻ രാവിലെ പത്രമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 6:30 ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പത്രം വരും. ചേട്ടൻ പത്രം ഇട്ടിട്ട് രാവിലെ പോയി. പിന്നെ പത്രം എഴുതുന്നത് വരിക. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ പാലപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഇന്ന് ചോറിനും അത് തന്നെ ഉച്ചയ്ക്ക് അത് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ലഞ്ചും അത് തന്നെ ആക്കുക. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്കും എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ. പാലപ്പത്തിന് നമ്മൾ തന്നെ ഇവിടെ തന്നെ അരി അരച്ചെടുക്കുന്നതാണ്, അല്ലാതെ പാക്കറ്റ് പൊടിയൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ. പച്ചരി, നമ്മൾ സാധനം ചോറും പഞ്ചസാരയും തേങ്ങാവെള്ളം നമ്മൾ പൊട്ടിക്കുന്നൊന്നും കളയത്തില്ല. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ അത് ഞാൻ അപ്പത്തിന് അരി അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് പാലപ്പവും കടലക്കറിയാണ്. ഉച്ചയ്ക്കും അത് തന്നെയാണ് കൊണ്ടുപോകാൻ വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് കടല വേവിച്ചെടുക്കാം. ഞാൻ തലേദിവസം ഇന്നലെ വൈകിട്ട് രാത്രിയിലെ കടല വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കടല നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട ശേഷം ഞാൻ ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഒരു നുള്ളു മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ടിത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കും. സിമ്മിൽ വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഇത് വേവിക്കാം. അത് നമുക്ക് കുക്കറൊക്കെ വിസിലെല്ലാം അടിച്ചു കടല വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. ഒരു 5 വിസിലാണ് ഞാൻ അടിച്ചേക്കുന്നത് കേട്ടോ, അടുപ്പിച്ചേക്കുന്നത്. അത് കടലയുടെ വേവിൻ്റെ അനുസരിച്ചിരിക്കും. നമുക്ക് നല്ല കടലയാണെങ്കിൽ ഒരു 4-5 വിസിൽ കടിക്കുമ്പോഴത്തേക്ക് വേവും. ചില കടല എത്ര അടിച്ചാലും വേവത്തില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. 5 വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പം നമുക്കിനി ബാക്കിയൊക്കെ ചേർക്കാം. ഇതിനൊക്കെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അതെല്ലാം കൂടി ചേർക്കാം. അതിന് നമുക്ക് തക്കാളിയും സവോളയും കൂടി ഞാൻ വഴറ്റാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എളുപ്പപരിപാടിയാണ് എല്ലാവേ. അപ്പം അതുകൊണ്ട് ഒരുപാട് വലിയ രീതിയിലൊന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി സവോളയും കൂടി ഞാൻ ഒന്നിച്ചങ്ങിട്ട് കൊടുക്കുക ചെയ്യുന്നത്. സവോളയ്ക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് വാങ്ങിട്ട് വന്നോളും. ഞാൻ കടലയ്ക്ക് അടിച്ചിട്ട് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇത്തിരി ഗുണം ഇട്ടാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വഴനാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കടലക്കറിക്കാതെ തേങ്ങായും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്താൽ കറിക്ക് നല്ല ചാറൊക്കെ നല്ല കൊഴുപ്പ് കിട്ടും. ചില തേങ്ങായും ചേർക്കത്തില്ല. അപ്പോൾ ഞാൻ തേങ്ങായും ഇച്ചിരി പെരിഞ്ചീരകവും 2 വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മസാലയൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ഇത് വഴഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ സിമ്മിലാക്കി ഇടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങായും ഞാൻ ചിരകി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് അരയ്ക്കാം. തേങ്ങായും ഞാൻ ചേർക്കുന്നതുകൊണ്ട് തേങ്ങായും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് കടലയ്ക്ക് ഉണ്ടാകുന്ന ഗ്യാസൊക്കെ കുറച്ച് കുറഞ്ഞോളും. ഇത്തിരി മല്ലിപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പെരിഞ്ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇച്ചിരി മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സകല ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് പാകത്തിന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ച സവോളയ്ക്കകത്തോട്ട് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു മണമൊക്കെ വന്നോട്ടെ. കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെയാണ്, പറഞ്ഞാൽ വിഷമൊന്നും അല്ലല്ലോ. തേങ്ങ ഞാൻ അരച്ചെടുത്ത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്തെടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോകാനായിട്ട് നമുക്ക് ഈ അരപ്പും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ടാൽ നല്ലതാട്ടോ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാകാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. ചിക്കനൊക്കെ വെക്കുന്ന പോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്താൽ നല്ലതാണ്. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഞാൻ കുക്കറിൽ കടല വേവിച്ചെടുത്തത് കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ്, ഓരോ സ്റ്റൈലാണ് എല്ലാവർക്കും ചെയ്യുന്നത്. നമുക്കിത് നമ്മുടെ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് കടുക് പൊട്ടിച്ച് ചേർക്കുള്ളേ. എനിക്കതാ ഒരു ഇഷ്ടം. അപ്പം ഞാൻ ലാസ്റ്റ് എല്ലാം നന്നായിട്ട് തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കും. അപ്പോൾ നമ്മുടെ
കടലക്കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ കടലക്കറിയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് മറിയുന്നുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ ഇതുപോലെ ലാസ്റ്റ് എല്ലാം വെന്ത് കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് ഒഴിക്കുന്നത്. അന്നേരമാണ് എനിക്കൊരു നല്ലതായി തോന്നുന്നത്. അപ്പം അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. സാധാരണ നമുക്ക് വഴറ്റ സമയത്ത് വേണമെങ്കിൽ കടുക് ഇട്ട് പൊടിച്ചിട്ട് നമുക്ക് വഴറ്റായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെ ലഞ്ചിന് കൊണ്ടുവന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. സാധാരണ നമുക്ക് സമയം കുറവല്ലേ എല്ലാവർക്കും. അപ്പം ഒരു ചോറും കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാറുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. സമയം നമുക്ക് ലാഭിക്കാം. പിന്നെ എപ്പോഴും മറ്റു ബുദ്ധിമുട്ടാണെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ചോറൊക്കെ ആക്കാം. ഇപ്പം എണ്ണ ചൂടായി ഞാൻ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളകും. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി. ഇനി നമുക്ക് അടുത്തത് പാലപ്പമാണ്. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ തൂത്ത് കൊടുക്കുക. തൂത്തിട്ട് നമുക്ക് മാവ് ഒഴിക്കാം. അരച്ച് വെച്ചതാണ്, അപ്പം എങ്ങനെ ആയി എന്നറിയത്തില്ല. ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. എണ്ണ തൂത്ത് കൊടുത്ത് ചൂടായ കല്ലിലേക്ക്. ഇപ്പൊക്കെ എല്ലാവരും സാധാരണ അപ്പത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കുക ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്ന് വരെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. നമ്മളിവിടെ അരച്ച് തന്നെ എടുക്കത്തുള്ളൂ. പണ്ടൊക്കെ കള്ളൊക്കെ മേടിച്ചിട്ട് കള്ളൊക്കെ ചേർത്ത് പണ്ടൊക്കെ അപ്പം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പക്ഷേ തേങ്ങാ വെള്ളമാണ്. കള്ളൊന്നും വാങ്ങിക്കാൻ ആരും പോകാനില്ലാത്തതുകൊണ്ട് തേങ്ങാ വെള്ളമാണ് ചേർക്കുന്നത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. കടലക്കറിയുടെ ഉപ്പ് നോക്കിയില്ലായിരുന്നു. കടലക്കറിയൊക്കെ എല്ലാം സൂപ്പറാണെന്ന് നോക്കട്ടെ. നല്ലതാണ്. അഴുക്കാണിപ്പോൾ ഞാൻ നല്ലതല്ലേ പറയുള്ളൂ. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നതായിരിക്കും അല്ലേ. ഒച്ച കുറവാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് സൗണ്ട് തീരെ കുറവാണ്. സംസാരിക്കുമ്പോഴത്തേക്കും ചുമയ്ക്കാൻ വരും. അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ റെഡി ആയി നല്ലതായിട്ടുണ്ട് കേട്ടോ. പൊങ്ങി വരുന്നുണ്ട് അപ്പം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ പാലപ്പം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടലക്കറി റെഡിയായി. അപ്പം ഇത് നമുക്ക് നല്ല വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.